അരമുറി തേങ്ങ വെച്ചിട്ട് ഒരു പഴയ കാല നൊസ്റ്റാൾജിക് മിഠായി ആയിട്ടുള്ള തേങ്ങ മിഠായി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തയ്യാറാക്കി എടുക്കാൻ വേണ്ടി അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുറിയുടെ തേങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് തന്നെ എടുക്കാം കേട്ടോ. അത് ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നാൽ അങ്ങ് കോരിയിട്ട് മാറ്റി വെക്കാം. അതിലേക്ക് തന്നെ ഒരു അര കപ്പ് നിലക്കടലയും കൂടി ഇട്ട് കൊടുക്കാം. റോസ്റ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിലും 1-2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി തേങ്ങ ഒന്ന് തണുത്ത് വന്നാൽ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പൊടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് മാറ്റി വെക്കണേ. പിന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ആ നിലക്കടലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് പൊടിച്ച് ഇതുപോലെ ആക്കിയിട്ട് മാറ്റി വെക്കണേ. ഇതിലേക്ക് ശർക്കര 200 ഗ്രാമാണ് വേണ്ടത് പൊടിച്ചെടുത്തിട്ടുള്ളത്. അത് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ അര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് അതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. വേസ്റ്റൊക്കെ ശർക്കര എന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണേ. ഇത് നല്ലതായതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഞാൻ തേങ്ങ പൊടിച്ചത് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഇട്ട് കൊടുക്കാം. ആ ഫ്ലേവർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്നിങ്ങനെ കുറുകിയിട്ട് വരുന്ന ടൈമിൽ അതിലേക്ക് ആ കടല അങ്ങ് പൊടിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ പാനിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വിട്ട് വരുന്ന ഈ ഒരു രൂപത്തിലായാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഒന്നിങ്ങനെ തണുത്ത് വന്നതിന് ശേഷം അതിൽ നിന്ന് കുറഞ്ഞ പോർഷൻ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് അങ്ങ് ഉരുട്ടിയിട്ട് എടുക്കുക കേട്ടോ. ആ ഒരു ബോൾസ് ടൈപ്പിലാണ് വേണ്ടത് വെച്ചാൽ അങ്ങനെ തന്നെ ആക്കിയെടുക്കുക. അല്ല ഒരു പഴയകാല ഷേപ്പാണ് വേണ്ടത് വെച്ചാൽ നമ്മൾ സിറപ്പിൻ്റെ ടോപ്പൊക്കെ ഉണ്ടാവില്ലേ, അത് വെച്ച് ജസ്റ്റ് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള ഷേപ്പ് കിട്ടുക. ചൂട് പോകുന്നതിന് മുമ്പ് എല്ലാം ഇതുപോലെ ഷേപ്പ് ആക്കി എടുക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ ഫ്രം റെസിപ്പീസ് കിച്ചൺ.